സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ഞാൻ അന്ന് ആദ്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞോ അല്ലെ, നമ്മൾ ആ ഒരു ബിഗ് റിവീൽ ഗൈസ് ഞാൻ പറഞ്ഞ ആ ഒരു റിവീലാണ്. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗോജോ ഗെയിമിങ് ജോയിൻ ആയിട്ടുണ്ട്. ഞാൻ ഇത് വോയിസ് ഓവറാണ് ചെയ്യുന്നത്. ഈ റിവീൽ ഇന്നലെ നടന്നതാണ് ഗൈസ്. അപ്പോൾ മഴ ആയിരുന്നു ഇവിടെ, എൻ്റെ വീടിന് അവിടെ നല്ല മഴയുണ്ട്. കാരണം വോയിസ് ഒന്നും കിട്ടിയില്ല. ഞാൻ പുറത്തിരുന്നേന്ന് കളിച്ചിട്ടുണ്ടായിരുന്നേ, അപ്പോൾ വോയിസ് ഒന്നും കിട്ടിയില്ല. സോ നോക്കുകയാണെങ്കിൽ ഇത് M2 കൊണ്ടാണ് ഗോജോ വരുന്നത്. അപ്പോൾ ഗോജോ M2 കൊണ്ട് വരുന്നുണ്ട്. ഞാൻ ഇടക്കിടക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്, ഇതിലൊക്കെ വന്നിട്ടുണ്ടോ ഞാൻ ഇടക്കിടക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതാ ഗോജോ M2 കൊണ്ട് അങ്ങനെ കയറി വന്നിട്ടുണ്ട്. ഞാൻ കൂൾ ഇമോജി ഇട്ടേ, ഇമോജി മാറിപ്പോയി. അതായത് ഞാൻ ചിരിക്കണ ഇമോജിയാണ് ഇട്ടേ, പക്ഷേ ഇതാണ് വന്നേ. എന്തായാലും ഞാൻ തിരിച്ച് ആക്കിയിട്ടുണ്ട്. ഇതിന് മുമ്പ് ഒരു കാര്യം പറയാം, ഇതിൽ കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് TV ഒന്നും ഇട്ട് കാണരുത്, അതാണ് നല്ലത്. ഓക്കെ, ഇപ്പോൾ ഗോജോ എന്തോ വോയിസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. വണ്ടി പുറത്തെടുത്തിടുന്നാണ് പറയുന്നത്. സോ വണ്ടി ഞാനിപ്പോൾ കാണിച്ചിട്ട് വരുന്നില്ല. ഓക്കെ, എന്തായാലും ഞാൻ ഈ ഒരു ഭാഗം കട്ട് ചെയ്യട്ടെ. ഓക്കെ, അപ്പം നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മദാരയാണ്. മദാര ട്രൂപ്പർ എന്ന് പറഞ്ഞിട്ടൊരു വണ്ടി കൊണ്ട് വന്നേ ഗൈസ്. ഈ വണ്ടി സീനാണ്, പോലീസിൻ്റെ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ്. മദാര ട്രൂപ്പർ എന്ന ഒരു, അതായത് ഡ്രോഡ്ജിൻ്റെ മറ്റേ സാധനം, ചാർജർ അല്ലേ, ഡ്രോഡ്ജിൻ്റെ ചാർജറിനാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഗോജോ നോക്കുകയാണെങ്കിൽ വണ്ടി നോക്കി ചിരിക്കുന്നുണ്ട്. മദാര വേറെ ഇമോജി ഇട്ടിട്ടുണ്ട്. ഞാനാണെങ്കിൽ എന്തോ നോക്കുന്നുണ്ട്, എന്താ ഞാൻ നോക്കി, എനിക്ക് ഓർമ്മയില്ല. ഇതെന്തോ ഇമോജി നോക്കുന്ന അപ്പോൾ ആ മദാര അവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. ഗേസ് നിങ്ങളവിടെ മൈൻഡ് ചെയ്യണ്ട, ഗേസ്. ഓക്കെ, കുറച്ച് തെറിയൊക്കെ ഉണ്ടാവും ഞാൻ പറഞ്ഞ പോലെ, നിങ്ങൾ മൈൻഡ് ചെയ്യൊന്നും വേണ്ട, പേടിക്കണ്ട. ഓക്കെ, ഞാൻ വേൾഡ് സൈഡാണോ ചോദിച്ചിട്ടുണ്ട്. സോ അപ്പം മദാര എന്താണ് ഫുൾ സ്റ്റോക്ക് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതാരെന്തോന്ന് നോക്കാം, എന്തോ പറഞ്ഞത്. ഞാൻ ചെക്ക് ചെയ്തതാണ് ആരെങ്കിലും വന്നിട്ടുണ്ടോയെന്ന്. അപ്പോൾ നാലാമതൊരാൾ വന്നിട്ടുണ്ട്, അത് ഡേവിളാണെന്നാണ് തോന്നുന്നത്. വേൾഡ് സ്റ്റൈൽ സ്റ്റോക്ക് ആയിട്ട് പോലീസാണ്. മദാരയാണ് MVD ട്രൂപ്പർ എന്നൊക്കെ പറഞ്ഞാക്കിയത്. യെസ് ഗൈസ്, ഡെവിൽ ബ്രോ ജോയിൻ ആയിട്ടുണ്ട്. വന്നിട്ട് ഇതും കൊണ്ടാണ് വന്നിട്ടുള്ളത്, പഴയ M5 കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഡെവിൽ ബ്രോൻ്റെ ആ ഒരു ഏരിയയിലോട്ട് ക്യാപ്ചർ ചെയ്യാൻ പോയി. സോ പക്ഷെ അങ്ങോട്ട് എൻ്റെ ഡ്രോൺ എത്തത്തില്ല, കാരണം എൻ്റെ കാറ് ഷോറൂമിൻ്റെ ഉള്ളിൽ കിടക്കില്ല. അപ്പോൾ അങ്ങ് വരെ എൻ്റെ ഡ്രോൺ എത്തത്തില്ല. സോ അതുകൊണ്ടാണ്. സോ ഓക്കെ, അങ്ങനെ ഡ്രോൺ എത്താത്തതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തതാണ്. ഈ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിലിടും. ഞങ്ങൾ സിൻഡിക്കേറ്റ് വേണ്ടൊരു ക്രൂ ആണ്. ഓക്കെ, സോ ഞങ്ങൾ ഇൻസ്റ്റയിലാണ് ഗ്രൂപ്പ്. അതെന്തായാലും അതിനെക്കുറിച്ചൊന്നും പറയില്ല. അപ്പോൾ ഈ വഴി ഡെവിൽ ബ്രോ കത്തിച്ച് വരുന്നതാണ് എൻ്റെ ഒരു ഐഡിയ. പക്ഷേ ഫോട്ടോ എടുക്കൽ ഇത്തിരി നേരത്തെ ആയിപ്പോയി, കാരണം ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് വെച്ചല്ല ഫോട്ടോ കിട്ടിയത്. ഏതായാലും കുഴപ്പമില്ല, നമ്മുടെ ഷാസ് വരുമ്പോൾ ഞാൻ കറക്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ, അങ്ങനെ ഇത് നമ്മുടെ ഡെവിൽ ബ്രോ നൈക്കിൻ്റെ കാറും കൊണ്ട് വന്നിരിക്കുന്നു. നൈക്കിൻ്റെ നൈക്കി എഡീഷൻ M5 കൊണ്ട് ഡെവിൽ ബ്രോ എത്തിയിരിക്കുന്നു. ഏതാ ഗൈസ്, ഈ കാർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊരെണ്ണം കിട്ടണം എന്നുണ്ട്, ഒരെണ്ണം പണിയാമെന്നുണ്ട്. പക്ഷെ എനിക്ക് പണിയാൻ അറിഞ്ഞൂടാ ഗൈസ്. എനിക്ക് വണ്ടി സത്യം പറഞ്ഞാൽ ഈ ഗെയിം പണിയാൻ അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ ആരുടെങ്കിലും എടുത്ത് പണിയാൻ കൊടുക്കാനാണെങ്കിൽ കാശില്ല. Balance 3. ഇപ്പം എങ്ങനെയെങ്കിലുമൊക്കെ കാശ്, ഞാനിപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വണ്ടികളൊക്കെ പണിഞ്ഞല്ലേ. എൻ്റെ കയ്യിൽ ഒരു വണ്ടി ഉണ്ട്, അതൊക്കെ ഇൻസ്റ്റ വഴി സെല്ലാക്കി പൈസ ഉണ്ടാക്കുക വെച്ചാൽ എൻ്റെ ഫാമിലി അക്കൗണ്ട് പഴയ ഫോണിലാണ്. ആ ഫോണാണെങ്കിൽ അടിച്ച് പോവുകയും ചെയ്തു. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചായ ഫോണിൽ വീണ്, അങ്ങനെ ആ ഫോൺ പോയി. അപ്പോൾ ആ ഫോണിൽ ആയിരുന്നു എൻ്റെ ആ ഫോൺ പോയി. അപ്പോൾ ഇത് പുതിയ ഫോണാണ്, ഇതിൽ സംഭവങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, സെറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും M2 ഡീറ്റെയിൽഡ് ലോഗുകൾ വന്നപ്പോൾ ഞാൻ അത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഡ്രോണും കൊണ്ട് പോവുകയാണ്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഈ ഡ്രോൺ കറക്റ്റ് ക്യാപ്ചർ ആവില്ല. ഒന്ന് മുമ്പിലേക്കാക്കുമ്പോൾ അങ്ങനെ അത് പോവുകയാണ്, നമുക്ക് കറക്റ്റ് രീതിക്ക് മൂവ് ആക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു ഫോട്ടോ എടുത്തു. പിന്നെ ഒരു
BMW എന്നുള്ള ആ ഒരു സാധനം BMW ലോഗോ ഇങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോൾ ബാക്കിൽ തന്നെ ഐക്കിൻ്റെ ഇതൊക്കെ വന്ന് വീണു. എന്തായാലും കുഴപ്പമില്ല. സോ ഇനി രണ്ടുപേര് വരാനുണ്ട്, എന്നിട്ടാണ് നമ്മൾ റിവീൽ ചെയ്യുന്നത്. സോ ഇപ്പം നമ്മളവിടെ ചില്ലെടുക്കണം. അവർ കുറച്ച് ഫോട്ടോ കാര്യങ്ങളൊക്കെ അതാണ്. ഞാനാണെങ്കിൽ പറയുന്നുണ്ട് ഇനിയും വലിയ കാരണമുണ്ട്. അപ്പോൾ അതൊന്നും മിണ്ടുന്നില്ല, ഇനിയും വലിയ ആൾക്കാരൊക്കെ. സോ ഞാൻ എന്തായാലും ഉള്ളിലോട്ട് പോകുന്നുണ്ട്. അടുത്ത ആൾ വന്ന മിസ്റ്റർ വിക്ക് പറഞ്ഞ അടുത്ത ആൾ വന്നു. പുള്ളി ഡിഫൻഡറും കൊണ്ടാണ് വന്നത്, എൻ്റെയും ഡിഫൻഡറാണ്. നിങ്ങൾ ഡിഫൻഡർ കണ്ടിട്ടുണ്ടാവും, പക്ഷേ നിങ്ങളതിൻ്റെ ഫുൾ ലുക്ക് കണ്ടിട്ടില്ല. ഞാൻ ഫ്രണ്ട് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ, പക്ഷെ അതിൽ ഏകദേശമൊക്കെ നിങ്ങൾക്ക് ഒരു ലുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല ആര് എന്തായാലും മിസ്റ്റർ വിക്കിനെ ഞാൻ ഡെവിൽ ബ്രോനെ ക്യാപ്ചർ ചെയ്ത പോലെ ക്യാപ്ചർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് ഫെയിലായി. ഇതാണ് കറക്റ്റായി. ഇതും പിന്നെ ഷാസിൻ്റെയും കറക്റ്റായി. കണ്ടില്ലേ, ഇതിങ്ങനെ ഡിഫൻഡർ ഇങ്ങനെ വരുന്നത്, ഇതും കുഴപ്പമില്ലാണ്ട് സക്സസ് ആയി. അപ്പോൾ ഞാൻ എല്ലാവരും വരുമ്പോഴും അവരെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഡ്രോണും കൊണ്ട് ഓടുന്നുണ്ട്. പിന്നെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാനിപ്പോൾ കൊടുക്കാം. നമ്മുടെ വണ്ടി റിവീലായി കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാം. ഓക്കെ. അയ്യോ ഇപ്പോൾ അടുത്തത് വന്നിട്ടുണ്ട്, അടുത്ത തേടി വന്നിട്ടുണ്ട്. നിങ്ങൾ മേലോട്ട് നോക്കണ്ട. ഓക്കെ, പേടിക്കണ്ട, മേലോട്ട് നോക്കണ്ട. മേലോട്ട് നോക്കണ്ട. പിന്നെ ഇത് ബ്ലർ ചെയ്യാണെന്ന് വെച്ചാൽ എല്ലാം ആയി ബ്ലർ ചെയ്യാനാണ് ക്യാപ് കട്ടിലൊരു ഓപ്ഷൻ കേട്ടോ. അപ്പോൾ ഡെവിൽ ബ്രോ അടുത്ത കയറി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാപ് കട്ടിൽ സ്ക്രീന് മൊത്തം ബ്ലറാക്കി വെക്കാനുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ, ഒറ്റയടിക്ക് ബ്ലറാക്കാനുള്ളൊരു ഓപ്ഷനില്ല. അത് കാരണം തന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. സോ അതുകൊണ്ട് എല്ലാം ഒറ്റയടിക്ക് ഇങ്ങനെ ബ്ലറാക്കുകയാണെങ്കിൽ വീഡിയോ മൊത്തം ബ്ലറാവേണ്ടി വരും, കാരണം കുറേ തെറിയുണ്ട്. ഇത് കുറച്ച് കൂടിയായിട്ടുണ്ട്, നിങ്ങളിതൊന്നും എടുക്കണ്ട, അതൊന്നും എടുക്കണ്ട. ഓക്കെ, ഞങ്ങൾ കുറച്ച് ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഗേസ് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ താഴോട്ട് നോക്കിയാൽ മതി. താഴോട്ട് നോക്ക്. ഓക്കെ ഗേസ്, അപ്പോൾ നമ്മുടെ ഷാസ് എത്തിയിട്ടുണ്ട്. എന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ട്, കണ്ടില്ല, അസ്സലാമു അലൈക്കും എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ ഷാസിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പൊങ്ങിയിട്ടുണ്ട്. നോക്കുമ്പോൾ ഷാസിനെ മാപ്പിൽ കാണുന്നില്ല, അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ കാണുന്നുണ്ട്, പക്ഷേ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഷാസിനൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഷാസിന് എന്തായാലും ഞാൻ പറഞ്ഞു തന്നെ വിക്ക് വണ്ടി ആക്കിയില്ല, അങ്ങനെ എന്തോ ഡെവിൽ ബ്രോ അടിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ അതൊന്നും നോക്കണ്ട ഗൈസ്. ഏതാ കാറിന് മിസ്റ്റർ വിക്ക് ചോദിച്ചപ്പോൾ ഞാൻ ഡിഫൻഡറിന് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനി ഞാൻ ഇങ്ങനെ എടുത്തു വരുന്നൊന്നുമില്ല. അപ്പോൾ അപ്പോൾ ഒന്നും പറയാൻ കിട്ടുന്നില്ല ഗൈസ്. ഞാൻ അങ്ങോട്ടൊക്കെ ഓടി നടക്കുക. പിന്നെ ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് മൊത്തത്തിലൊന്ന് മാറ്റി. ഞാനൊരു സിവിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ സിവിക്ക് ഞാൻ വേൾഡ് സെയിൽ 1000 കോയിൻ ഇട്ട് 800 കോയിൻ എനിക്ക് കിട്ടി. 200 കോയിൻ അവർ സർവീസ് ഫീ എടുക്കും. അപ്പോൾ 800 കോയിൻ എനിക്ക് കിട്ടി. അതും വെച്ച് ഞാനൊരു ഷർട്ടും പാൻറ്റും ഒരു ബാഗും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങി. കുറച്ചും കൂടി കോയിൻ കിട്ടി. ഞാൻ ഇനി അറബിയുടെ ഡ്രസ്സൊക്കെ എടുക്കും ഗേസ്. ഒരു വെറൈറ്റി റീലൊക്കെ എടുക്കുമ്പോൾ അറബിയുടെ ഡ്രസ്സ് യൂസ് ആവും. അപ്പോൾ അങ്ങനെയൊക്കെ ഗേസ്. അപ്പം ഞാനിവിടെ നല്ല വർക്കൊന്നും ആയിരിക്കില്ല, എനിക്ക് ചെയ്യാൻ അറിയണ പോലെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷാസ് വെയിറ്റാക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ മിസ്സിങ് ആണല്ലോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഷാസാണെന്ന് എനിക്ക് മനസ്സിലായി, എന്നാലും ഞാൻ ഒരാൾ മിസ്സിങ് ആണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. സോ എന്തായാലും ഷാസ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവൻ 1 മിനിറ്റ് വെയിറ്റ് ആക്കുന്ന ഞാൻ വരുന്നു അങ്ങനെ എന്തോ ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ വരുന്നു. അപ്പം തന്നെ ഞാൻ അവൻ വരുന്നത് മാപ്പിൽ കണ്ടതും ഡ്രോൺ കൊടുത്ത് ഓടി. അവൻ ജീവാഗണം കൊണ്ടാണ് വരുന്നത്. ഇവൻ്റെ ജീവാഗണം എനിക്ക് ഇഷ്ടപ്പെട്ടു. ബ്രാബസിൻ്റെ കിറ്റും കൊണ്ടാണ് വരുന്നത്. ഇത് ഞാൻ അത്യാവശ്യം പെർഫെക്റ്റായി ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ ശിവൻ്റെ കണ്ടില്ലേ, നല്ല രസമില്ലേ ഈ ജീവാഗം കാണാൻ. ഈ ജീവാഗം ഒരെണ്ണം വാങ്ങിക്കണം, എന്നിട്ട് ഇതിൻ്റെ ഫുള്ള് കിറ്റ് യൂസ് ചെയ്യണം.
ഇതിന് 2 million സംതിങ് ആണ്. ഷാസ് എന്താ ഓഫീസിൽ പോയിട്ട് വരികയെന്ന് തോന്നുന്നേ. ചെക്കൻ ഓഫീസിൽ പോയി പണി കഴിഞ്ഞിട്ട് വൈകുന്നേരം 8 മണിക്കാണ് മീറ്റപ്പ് വെച്ചത്. അപ്പോൾ നേരെ വണ്ടി എടുത്ത് വന്നിരിക്കുകയാണ്. എന്താ ചെയ്യുക, ഓഫീസിലുള്ള ഡ്രസ്സൊക്കെയാണ്. ഞാനെന്താ ഇങ്ങനൊരു ഡ്രസ്സ് ഇട്ടേ വെച്ചാൽ 500 കോയിന് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അങ്ങോട്ട് പിടിച്ച് ചാമ്പിയതാണ് ഈ ഒരു ഷർട്ട്. കാണാൻ കുറച്ച് രസമുള്ളതുകൊണ്ട് പിടിച്ച് ചാമ്പി. പക്ഷേ പിന്നെ എനിക്ക് ഇത് തോന്നിയില്ല. അങ്ങനെ ഞാനിപ്പോൾ ഒരു ഷർട്ടും പിന്നെ ഒരു പാൻറ്റും പിന്നെ ഒരു ബാഗും അങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല സാധനമാണ് ഞാൻ ഇട്ടിരിക്കണേ. എനിക്കും ഇഷ്ടപ്പെട്ടു. ഷാസിന് ഞാൻ കാണിച്ചു കൊടുത്തു, അവനും ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം ഞാൻ വണ്ടി റിവീലാക്കാൻ ഓടുകയാണ്. ഇനി നിങ്ങൾ റിവീലാക്കേണ്ട ഒരു ക്ലിപ്പ് നിങ്ങൾ കാണേക്ക്. ഓയേസ്, അപ്പം നമ്മുടെ വണ്ടി റിവീലായിരിക്കുകയാണ്. എല്ലാവരും ഇതാ വണ്ടിയുടെ മുമ്പിലൊക്കെ വന്ന് നിൽക്കണം. ആകെ ശ്വാസമാണ് ഇടയിൽ. ഷാസ് ഓഫീസിലെ ഷർട്ട് വിട്ടിച്ച് ഓഫീസിൽ നിന്ന് നേരെ വന്നിരിക്കുകയാണ്. സ്ട്രെയിറ്റ് ഫ്രം ദുബായ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ഫ്രം ഓഫീസ്. ചെക്കൻ നേരെ വന്ന് റിവീലിനൊക്കെ വന്നിരിക്കുകയാണ്. ഇതാണോന്നാ ഇവൻ എന്തുവാടി റിവീലാക്കിയിട്ട് ഇങ്ങനെ ആക്കി വന്നിട്ട് എന്നിട്ട് ഇതാണോ വണ്ടിന്ന് അവിടെ ശ്രീഹരി ഈ റിവീലാക്കിയോ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ റിവീലാക്കിയ അങ്ങനെ ഉദ്ദേശിച്ചത്. എല്ലാവരും ലവിൻ്റെ ഇമോജി കിട്ടുന്നുണ്ട്. സോ താങ്ക്സ് സോ മച്ച്. ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും ഇടുക തന്നെ ആയിരിക്കും മിക്കവരും. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ പണിയാൻ അറിഞ്ഞൂടാ. എന്നാലും ഞാൻ ഇങ്ങനെ തന്നെ എങ്ങനെയൊക്കെ ചെയ്തതാണ്. സോ കൊള്ളാടാ നെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലവിൻ്റെ ഇമോജി വീണ്ടും ഇട്ടിട്ടുണ്ട്. ഗോജോ എവിടെ? ഗോജോ അവിടെ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ താങ്ക്സ് ഡാ എന്നൊക്കെ ഇടുന്നുണ്ട്. സീൻ എന്നൊക്കെ മിസ്റ്റർ വിക്കൊക്കെ ഇട്ടുന്നുണ്ട്. പിന്നെ ഞങ്ങളിവിടെ കുറേ നേരം ചില്ലടിച്ച് കളിക്കുന്നു. കുറേ ചില്ലായിരുന്നു. ഇപ്പോൾ ഇവന്മാർ ഒറ്റ ഓട്ടം ഫോട്ടോ കൊടുക്കാൻ. ഗോജോ ഇവിടെ വേറെ ലെവൽ ഡാൻസ് കളിയാണ്. ഗോജോ ഏതാ ഡിഫൻഡർ ഇങ്ങനെ നോക്കണ പോലെയുണ്ട്. ഗോജോ അവിടെ സീൻ ഡാൻസ് കളി. ഷാസ് വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി എന്താ കാട്ടണേ. സ്ട്രെയിറ്റ് ഫ്രം ഓഫീസ് വീണ്ടും. ഷാസുദാ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഷാസുദാ സൈഡിൽ നിൽക്കുന്നുണ്ട്. അവൻ ഡാൻസ് കളിക്കുന്നുണ്ട്. ഡാൻസ് മോഡ്. സോ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ് ചെയ്യുക. ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങളടുത്ത ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വാ.